think you'd understand me. Exclusive interview. കുറെ അമ്മലിമാരുണ്ട്. എന്റെ കൂടെ തന്നെ എന്തോരം അമ്മലിമാരുണ്ട്. ഇത് നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ എഴുന്നേറ്റ് പോകും. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. എന്റെ സാധനം എടുത്തേ. ഏതായിരുന്നു അമ്മലിന്റെ ആദ്യം വൈറലായിട്ടുള്ള സോങ്? ആകാശഗംഗ സിനിമയിലെ ഏതായിരുന്നു പാട്ട്? മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എന്റെ നെഞ്ചാകെ നീയല്ലേ. എനിക്കിത് പറ്റില്ല. ഹായ് എവരിവൺ, മൂവി വേൾഡിൻ്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വർഷ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കഴിവിൻ്റെ ഒരു നിറകുടമാണ്. പെൺ ശബ്ദത്തിൽ പാട്ട് പാടി ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അമൽ. എന്തൊരു സന്തോഷമില്ലാത്ത. ഹായ് അമൽ. ഹലോ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ കറന്റ്ലി? ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു. ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ്. ആണ്. എന്ന് പോകും ജർമ്മനിയിലേക്ക്? അത് അറിയില്ല. പ്ലാനിങ് ആണ് അല്ലേ? പ്ലാനിങ് ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് CA കോച്ചിങ്ങിന് പോകുന്നു. ഓക്കെ. അമലിന്റെ ഇനി +2 കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണ്? ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. അവിടെ ചെന്നിട്ട് ഡിഗ്രി എടുക്കാനായിട്ട്. എന്തെടുക്കാൻ ഇഷ്ടം? നഴ്സിംഗോ അങ്ങനെ എന്തെങ്കിലും, ഹൗസ് ബിൽഡിംഗ്. അപ്പൊ നമ്മുടെ പാട്ടോ? പാട്ട് കൂടെ കൊണ്ടുപോകും. ഓക്കെ. ഇനി നമുക്ക് പാട്ടിലേക്ക് വരാം. കുറച്ച് ഫ്രീ ആയിക്കോളൂ. ഏതായിരുന്നു അമലിന്റെ ആദ്യം വൈറലായിട്ടുള്ള സോങ്? ആദ്യം വൈറലായിട്ടുള്ള സോങ് എന്ന് പറഞ്ഞാല് ആകാശഗംഗ സിനിമയിലെ ഏതായിരുന്നു പാട്ട്? പുതുമഴ. ആ പാട്ടായിരുന്നു. അതാണ് വൈറലായി അല്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത് കരിമിഴിക്കുരുവേ എന്ന സോങ് ഇട്ടപ്പോ അത് കുറെ വൈറലായി. ആണോ? ഇത് എപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഇങ്ങനെ വോയിസ് മോഡുലേഷൻ ഉള്ള പാട്ട്? ഞാൻ ശരിക്കും ഇത് ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു, മിമിക്രിയുടെ. അത് ആദ്യമായിട്ട് പോകുന്ന കോമ്പറ്റീഷന് സ്കൂൾ സമയത്ത്. അതെ, ഒരു 1-2 വർഷം മുന്നേ. എത്ര ക്ലാസ്സിൽ? ഒരു +1 ഒരു വർഷം. അപ്പം ആ ടൈമിൽ പോയപ്പോൾ ഇങ്ങനെ അത് എന്താ, ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതല്ല, വേറൊരാൾ പോകാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫീമെയിൽ വോയിസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എന്നാ ചെയ്യും, എന്തായാലും ആരും വരാൻ പോകുന്നില്ല, പറഞ്ഞ ആള് വരാൻ പറ്റില്ല, അപ്പം എന്തായാലും പോകാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ പോയി, അങ്ങനെ ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റും ഫസ്റ്റ് അടിച്ചു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നീ പറഞ്ഞോ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് അങ്ങനെ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഫീമെയിൽ വോയിസ് ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തില്ല ഞാൻ. അപ്പം എനിക്ക് പെട്ടെന്ന് എന്നെ ഡൗൺ ആക്കും നെഗറ്റീവ് കമന്റ്സ്. അപ്പം ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറേ നെഗറ്റീവ് കമന്റ്സ് വരുമായിരിക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇടണ്ട എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മോട്ടിവേഷൻ തന്നു. അപ്പം ഞാനിങ്ങനെ അപ്പൊ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് പാട്ട് പാടാൻ പറ്റും, ഇപ്പൊ വോയിസ് മാറ്റി പാട്ട് പാടാൻ പറ്റുന്ന എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു മിമിക്രി ചെയ്യും. മിമിക്രി അങ്ങനെയല്ല, ഇരിക്കട്ടെ. മിമിക്രി അങ്ങനെയല്ല, പക്ഷെ ഞാൻ ചെയ്യും. ഇങ്ങനെ ശ്രേയാ ഘോഷാലിന്റെ വോയിസ് ഒക്കെ ഇങ്ങനെ ചെയ്യും. കുഞ്ഞിലെ ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പം എന്ന് വെച്ചാൽ വോയിസ് അപ്പോൾ ഏകദേശം ഫീമെയിൽ വോയിസ് ആണല്ലോ. അപ്പം ഞാനിങ്ങനെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു ഒരു പാട്ട്, മറ്റേ മൊയ്തീനിലെ പാട്ട്. അതെന്റെ ഒറിജിനൽ വോയിസ്. അത് ഒറിജിനൽ വോയിസ് ആണോ? അപ്പൊ ഓക്കെ, കുഞ്ഞു കുട്ടിയായിരുന്നു അത്. കുറെ കമന്റ്സ് കണ്ടു, എന്ത് നല്ല കുട്ടി, യൂട്യൂബിലായിരുന്നു. ആണല്ലേ? അത് എത്ര വർഷം മുന്നായിരുന്നു അത്? അത് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ. അപ്പൊ അത് ശരിക്കും അതായിരുന്നു തുടക്കം തോന്നുന്നു. അതായിരുന്നു തുടക്കം ശരിക്കും അന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് 3 lakh ഒക്കെ പോയായിരുന്നു. പിന്നെ ഇത് മാത്രമാണോ, സിംഗിങ് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? വേറെ ഇങ്ങനെ ഡ്രോയിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ. കണ്ടറിയ ഒരു കലാകാരനാണ്. ആണോ? എനിക്ക് പിന്നെ ഇപ്പൊ പാട്ടൊക്കെ കൂടുതൽ പേടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, വോയിസ് മാറ്റി പാടാനായിട്ട്. അപ്പൊ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ? ഒബ്വിയസ്ലി വരുമല്ലോ. വരും, എന്തായാലും തുടക്കത്തിൽ തന്നെ വരുമായിരിക്കും. അപ്പൊ അതിനിപ്പോ എങ്ങനെയാണ് അതിനൊക്കെ? ഇപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ്ഡ് ആയെന്ന് വെച്ചാൽ
ഓ പറയുന്നവന്മാര് പറയട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മള് ഫേമസ് ആവുന്നത്. അതെ അതെ, ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന അവരോടും കൂടെ ഉള്ളതുകൊണ്ട്. ഇപ്പൊ പോസിറ്റീവ് കമന്റ്സ് മാത്രമാണെങ്കിൽ നമ്മൾ അത്ര ഇങ്ങനെ ഒരു ഇത്, പക്ഷെ നെഗറ്റീവ് കമന്റ്സും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പം നമ്മളൊരു വീഡിയോ ഇടുവാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അവര് തമ്മിലൊരു ഇത് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അതിന് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ആരുടെയൊക്കെ വോയിസിലെ പാട്ട് പാടാമല്ലേ? ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് ചിത്ര ചേച്ചിയുടെ വോയിസ്, സുജാത, പിന്നെ ശ്രേയാ ഘോഷാൽ, പിന്നെ ശ്വേത മോഹൻ, പിന്നെ വാണി ജയറാം, ജാനകി അമ്മ, പിന്നെ നിത്യ മാമൻ, അവരുടെയൊക്കെ ട്രൈ ചെയ്യാൻ. ഏത് ജോണറിലുള്ളതാണ് പാടാൻ അമലിന് ഇഷ്ടം? എനിക്ക് കൂടുതൽ വെസ്റ്റേൺ ആണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരു വെസ്റ്റേൺ ലുക്ക് ഉണ്ട്. ആരെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കൊറിയൻ പോലെ. പിന്നെ കുറെ പേര് ബംഗാളിയാണോന്ന് ചോദിച്ചു. അയ്യോ, ഇതൊക്കെ നടക്കുമ്പോ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ബംഗാളി ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് കുറച്ച് മുടി കളർ ചെയ്തിട്ടായിരുന്നു. അപ്പൊ ആൾക്കാരിങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പൊ എന്നോട് കണ്ടക്ടർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ബായ് എങ്ങോട്ടാണ്? ചേട്ടാ ഞാൻ മലയാളിയാണ്. അങ്ങനെ കുറച്ച്, പിന്നെ കുറച്ച് പേര് ഇങ്ങനെ കൊറിയൻ സ്റ്റൈൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇഷ്ടം? ഏതാ കൂടുതൽ പാടാറ്? ഇംഗ്ലീഷ് പോപ്പ്, അങ്ങനെ എനിക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഏതൊരു പാട്ട് നമുക്ക് വേണ്ടി പാടാം? അങ്ങനത്തെ പാടാം. യെസ്, 1 2 3 സ്റ്റാർട്ട് ചെയ്തോ. I didn't think you'd understand me. How could you ever even try? I don't wanna tiptoe, but I don't wanna hide, but I don't wanna feed this monstrous fight. Just wanna let this story die, and I'll be alright. We can be friends, but I'm glad you just pretend. You cling till you pay first and best, waiting till you like me again. Wait for your love, my love, wait for your love. കൊള്ളാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി പറഞ്ഞല്ലോ ആദ്യം കരിമിഴി കുരുവ് പാടും. ഓക്കെ, കരിമിഴി കുരുവ്. ഓക്കെ, മെയിൽ വോയിസ് പാടും. മെയിൽ വോയിസ്, അതെ പാടും. അത് ചോദിച്ചപ്പോൾ അമല് ഇപ്പോൾ ഡ്യുവറ്റ് ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? കൂടുതൽ ചെയ്യാറുണ്ട്. ഒരു മെയിൽ വോയിസ് പാടുന്ന ഒരാളുണ്ടാവാറുണ്ട് അല്ലേ? ഇപ്പൊ കുറച്ചും കൂടിയും അമലിന്റെ അക്കൗണ്ടിൽ ഞാനിപ്പോ അതാണ് കാണുന്നത്, രണ്ടുപേരും കൂടി കൊളാബ് ചെയ്തത്. കൂടുതലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ളതല്ലേ എല്ലാവർക്കും താല്പര്യം. അപ്പം അങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക, അങ്ങനെ കൊളാബ് ചെയ്യുക. അത് കഴിവുള്ളവർ അമല അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അവരെല്ലാം കൂടി ചേർത്തിണക്കി വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റുന്നു. ഓക്കെ, കൊള്ളാം. ശരി, അപ്പൊ നമുക്ക് കരിമിഴിക്കുരുവി പാടാം. ആനച്ചന്തം പൊന്നാമ്പൽ ചമയും നിന്നാണച്ചിമിഴിൽ കണ്ടില്ല, കാണക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോടച്ചിന്തും കേട്ടില്ല. ഓ കളപ്പുര കോലയിൽ നീ കാത്തു നിന്നില്ല, മരക്കുടക്കോണിൽ മെല്ലെ മീയൊളിച്ചില്ല, പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളി പെയ്തില്ല. എനിക്കും ഞാൻ ചെറുതായിട്ട് ട്രൈ ഒക്കെ ചെയ്യണ്ടോ പാട്ട്, പക്ഷെ ബാത്റൂമിലാന്ന് മാത്രം. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തല്ലേ ഈ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ പാടി തുടങ്ങിയത്. അപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുന്നു? അവർക്ക് ആക്ച്വലി പാട്ട് പാടുമെന്നറിയാം, പക്ഷെ ഇങ്ങനെ ഡുവൽ വോയിസ് പാടുമെന്നൊന്നും അറിയില്ല. അപ്പം അവർക്കൊരു പെട്ടെന്നൊരു ഇങ്ങനെ സർപ്രൈസ്ഡ് ആയൊരു ഇതായിരുന്നു. ആണല്ലേ? നീ ഇങ്ങനെയൊക്കെ പാടുമല്ലേ? അങ്ങനെ വിളിച്ചൊക്കെ പറ്റിക്കാനൊക്കെ എളുപ്പം, ഒരാളെ പ്രാങ്ക് ചെയ്യാനൊക്കെ അല്ലേ? പ്രാങ്ക് ചെയ്യാനൊക്കെ എളുപ്പം. ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ ഇപ്പം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും പറ്റിക്കാനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് കുറച്ച് സ്ട്രെയിൻ ആണ് പാട്ട് പാടുന്ന ഒരു കാര്യം, എളുപ്പമുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഡ്യുവൽ വോയിസ് കുറച്ചും കൂടിയും സ്ട്രെയിൻ എടുക്കേണ്ടി വരും തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ആണ്, കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ അമലിന് ഇപ്പോൾ രണ്ട്
ഐ മീൻ ബോയ് ലൈക്ക് ഫീമെയിലും മെയിലായിട്ട് തമ്മിൽ ഒരേ സമയം പാടും. അപ്പോൾ അത് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് തമ്മിൽ? അതിപ്പോ എനിക്കും അറിയത്തില്ല, അതിപ്പോ എങ്ങനെയോ സംഭവിച്ചു പോവാണ്. പറ്റുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പം അമ്മ എത്ര നാളായി ഇപ്പോൾ പാട്ടൊക്കെ പഠിക്കുന്നത്? ഞാൻ 7 വർഷം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഒന്നുകൂടെ. +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ പഠിക്കാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് കുറച്ചു. അപ്പോൾ പിന്നെ ഓർത്തു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ പറ്റൂ, പാട്ട് പഠിക്കാൻ പറ്റുന്ന ടൈമിലേ പഠിക്കാൻ പറ്റൂ. അപ്പം നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ ഓർത്ത് പിന്നെയും പോയി. ഒരു കലയുണ്ടെങ്കിൽ അത് എപ്പോഴും കൊണ്ടുനടക്കും. ഇപ്പൊ കലയിലൂടെയല്ലേ എല്ലാം എല്ലാവരും അറിഞ്ഞത് ആണല്ലേ? ശരി, നമുക്ക് എന്നാലും ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇത് അടിപൊളി ഗെയിമാണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ചാണ്, ഞാനും എൻ്റെ ക്യാമറമാനും കൂടിയിട്ട്. എൻ്റെ പേര് മാത്രം പറഞ്ഞ് ചിലപ്പോൾ അവൻ അടുത്ത ക്യാമറയ്ക്ക് എടുക്കാൻ വന്നില്ലെങ്കിലോ. ഓക്കെ, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൽ ഏത് പാട്ടാണ് കണ്ടെത്തണം, ആ പാട്ട് പാടണം. സിമ്പിൾ ഗെയിമാ. ഓക്കെ, ഒരെണ്ണം തരാം ആദ്യം. ഇതിലൊരു സർപ്രൈസ് ഉണ്ട് ഇതില്, അത് ഞാൻ തന്നെ പറഞ്ഞിരേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് നീലത്താമര, അരുവി, എന്താണ് അതിൽ ഫസ്റ്റ് കാണുന്നത്? സ്വർണം പ്ലസ് സ്വർണ്ണത്താമര ആയിട്ടില്ല, എന്നാലും നീലത്താമര. എവിടെയാണ് അതില് നീലയില്ലേ, ഇത് വയലറ്റ് താമരയാ? അല്ല, അയ്യോ എടാ നീ എന്നെ ഇങ്ങോട്ടും കിളിയാണല്ലോ. സ്വർണം, അതിന് വേറെ വാക്കെന്താ? സ്വർണം, പൊന്ന്. പൊന്ന്. ഇതിപ്പോ താമര, അരുവി, താമര. നോക്ക്, ഒന്നുകൂടി നോക്ക്. താമര, പുഴ. ഇതൊന്നല്ല, പറയട്ടെ എന്നാ പറ. പൊന്നാമ്പൽ അടുത്തത് രണ്ടാമത്തെ. ഇതല്ലേ ഇച്ചിരി ടഫാണല്ലോ. അതാ പറഞ്ഞ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഞാൻ കണ്ടുപിടിച്ചതാ, അതാണ് അങ്ങനെ. കടൽ, ഇത് കടല. അയ്യോ, മലർ. മലർ, ഞാൻ കണ്ട മറ്റേ പീനട്ടിന്റെ പുറത്തുള്ള സാധനം. കടൽ, മലർ, മുക്കുത്തി. ആ കുട്ടീനെ എവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതാരാ? എടാ ഞാനാണോ? അതാ സർപ്രൈസ്, നീ പറയണായിരുന്നു. നീ ഇങ്ങനെ പറയണായിരുന്നു, ഏതാണ് ഈ ബ്യൂട്ടിഫുൾ ലേഡി? കാര്യത്തിലേക്ക് സംഭവം എന്താണ് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരാ, ഞാൻ എന്താ, ഞാനൊരു പെണ്ണല്ലേ? പെണ്ണല്ലേ? മലർ പെൺ കൊടി. അതിനെ ആലോചിച്ച് നോക്കിയേ. മലർ കൊടി, പവിഴ മലർ പെൺകൊടി. ടഫായിരുന്നു, ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് തന്നെ. അടുത്തത്, ഇത് നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ എഴുന്നേറ്റ് പോകും, ഉറപ്പാണ്. ലാസ്റ്റ് നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ കരിമിഴി കുരു കണ്ടില്ല. ഒരെണ്ണമെങ്കിലും ഞാൻ ഇച്ചിരി നല്ലത് കണ്ടു കേട്ടോ. താങ്ക് യു. നിനക്കത് കിട്ടിയോണ്ട് നീ നല്ലതാന്ന് പറയുന്നുണ്ട്. എന്റെ സാധനം എടുത്തേ, ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാനുള്ളതാ. ശരി, ഇനി ഒരു പാട്ട് പാടി നമ്മൾ കേൾക്കാൻ. ഗുഡ്.
അമൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ജന്മങ്ങളായിട്ട്? ഇല്ല. അമല് പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലൂടെ? ചേട്ടനിക്ക് ഇഷ്ടമാണ് കൊറേ അങ്ങനെ പാട്ടൊക്കെ നല്ല എനിക്ക് പറയും ചേട്ടനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. ആണോ? അപ്പൊ അമൽ എന്താ പറയും? ഞാനെന്താ പറയാ, ഞാൻ മനസ്സിലാക്കാറില്ല. ആണോ? അങ്ങനെയല്ല, ഞാൻ കാണാറുണ്ട്. അമല് കാണാറുണ്ട്. അമല് റിപ്ലൈ മനസ്സിൽ തരുന്നുണ്ട്. അമലിന് കുറെ റിക്വസ്റ്റ് വരുന്നത് കൊണ്ടാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും അമൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ അമൽ ഇങ്ങനെ കുറെ സോങ്സ് ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമലിന് വല്ല ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഓഫേഴ്സ് ആയിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ കുറെ പേര് വിളിച്ച് ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ എന്താ കൊള്ളാം, അടിപൊളിയാണ്, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവർ വിളിച്ചത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി, അങ്ങനെ ആരും ഇല്ലേ? അങ്ങനെ ആരും ഇല്ലേ? ഞാൻ വിളിക്കാം, വിളിച്ച് ഞാൻ പറയാം. ഇന്നലെ പറയാൻ ഇന്നലെ എന്നെ പറ്റിച്ചില്ലേ? എനിക്ക് മനസ്സിലായി, നീ മനസ്സിലായിരുന്നു. ഇല്ല ഇന്നലെ ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ ചോദിച്ചതാ. അല്ല, അപ്പം ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇല്ല 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 എനിക്ക് അറിയായിരുന്നു, ഞാൻ കൊണ്ടുവരും നിന്നെ. ഓക്കെ, അങ്ങനെ ഇപ്പൊ അമലിന് ഇപ്പൊ ഈ ഒരു രീതിയിൽ അറിയപ്പെടാൻ തന്നെയാണ് ഇഷ്ടം അതോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അറിയപ്പെടാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് കൂടുതലും ഇപ്പം ഇതിപ്പോ ഞാൻ തന്നെയാണ് പാടുന്നെങ്കിലും ഇപ്പം ഇത് കുറേ പേര് ചിലപ്പം എൻ്റെ പകുതി ഫോളോവേഴ്സും ചിലപ്പം എൻ്റെ ഫീമെയിൽ വോയിസ് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും കൂടുതലും. ഫെയിം ആയത്. അപ്പം എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് കൂടുതലും താല്പര്യം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് മ്യൂസിക് വീഡിയോ ഇറക്കുക, ഇൻ്റർനാഷണൽ ലെവലിലൊന്ന് ഇതാവുക, അങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പം എനിക്കറിയത്തില്ല ഇനി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഡുവൽ വോയിസ് സിംഗർ അല്ലേ അമൽ സിബി, ഡുവൽ വോയിസ് സിംഗർ, എനിക്ക് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യമില്ല. അപ്പം എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം, എനിക്കൊരു പേരുണ്ടാക്കണം, അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ശരി, അപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ചെറുപ്പത്തിൽ ഞാൻ കൂടുതലും ലൈറ്റ് മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, ഗസലൊക്കെ പണ്ട് ഒരു പ്രാവശ്യം കണ്ടു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല ആ ഏരിയ. ആണോ? ഇനിയും പോകാൻ പറ്റട്ടെ, ഇനിയിപ്പോ കഴിഞ്ഞല്ലോ. ഇനിയും ഉണ്ടാവല്ലോ, കോളേജിലൊക്കെ ഉണ്ടല്ലോ. കോളേജ് ഞാൻ പോകുന്നില്ലല്ലോ. അവിടെ പോയിട്ട് ജർമ്മൻ എന്നാ അതൊക്കെ നടക്കട്ടെ. അങ്ങനെ ജർമ്മനി പോയാൽ നമുക്ക് കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലാവാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതും കൊണ്ടും കൂടെയാണ് അങ്ങോട്ട് പോകാൻ ഇത്ര നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. മ്യൂസിക് വീഡിയോ, നമ്മുടെ സ്വന്തം മ്യൂസിക് വീഡിയോ ഇറക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ? അതെ, നമുക്കൊരു സന്തോഷം, നമ്മുടെ ഐഡന്റിറ്റിയിൽ. പിന്നെ എനിക്ക് എൻ്റെ ഈ പേരും ഇഷ്ടമല്ല, അപ്പൊ ഞാനൊരു സ്റ്റേജ് നെയിം എന്തായാലും കണ്ടുപിടിക്കുന്നുണ്ട്. ആണോ? അമൽ സിബിന്ന് ഇഷ്ടമല്ല? എനിക്ക് ഇതൊരു കോമൺ പേരല്ലേ അമൽ, അപ്പൊ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. കോമൺ പേര് തന്നെയാണ്, പക്ഷെ കുറെ അമലുമാരുണ്ട്. എന്റെ കൂടെ തന്നെ എന്തോരം അമലുമാരുണ്ട്. ഇപ്പൊ എന്റെ കോണ്ടാക്ട് എടുത്ത് അറിയാം, അമലിന് പഠിച്ചു കഴിഞ്ഞാൽ കുറെ അമൽ വരും. എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അമൽ. ഇപ്പൊ അവൻ എവിടെയാണെന്നറിയില്ല, കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് ഇതിലൂടെ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് നെയിം കണ്ടുപിടിക്കണം. എനിക്ക് ആ പേരിൽ അറിയപ്പെടാനാണ് താല്പര്യം. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അപ്പൊ കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി മാപ്പിള പാട്ടിലേക്ക് വരാം. ഓക്കെ. ആനേ സമയത്തിൽ കുഫിർദാത്തുൽ ഹിമാറാവാൻ ഈരാ പേരുഫമിലൊരു സൗത്തിട്ട് കഠിനം മുടവികൾ നെടുകിട കടിച്ചൊടി മട്ട് ബെടസുര ബിടബുകനുര ബരബെട്ട് ഇടയിട തൊയ്പുറകെതിരെ തിരിട്ട് എതിരാളെ മോളെ തരി തനി ചിരിത്ത് എതിരാളെ മോളെ തരി തനി ചിരിത്ത് ആനേ സമയത്തിൽ കുഫിർദാത്തുൽ ഹിമാറാവാൻ ഈരാ പേരുഫമിലൊരു സൗത്തിട്ട് കഠിനം മുടവികൾ നെടുകിട കടിച്ചൊടി മട്ട് ബെടസുര ബിടബുകനുര ബരബെട്ട് ഇടയിട തൊയ്പുറകെതിരെ തിരിട്ട് എതിരാളെ മോളെ തരി തനി ചിരിത്ത് എതിരാളെ മോളെ തരി തനി ചിരിത്ത് എതിരാളെ മോളെ തരി തനി ചിരിത്ത്. അസ്സലാമു അലൈക്കും. കൊള്ളാലോ, അതൊക്കെ എനിക്കറിയാടാ. അപ്പോ അമലിന് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം എന്താ? വാട്ട് മേക്സ് യു ഹാപ്പി? ഇരിക്കട്ടെ, എന്താണ് ഹാപ്പിനെസ് കിട്ടുന്ന? പാട്ട് പാടുമ്പോഴാണോ അതോ ഫുഡ് കഴിക്കുമ്പോഴാണോ? പാട്ട് പാടുമ്പോഴാണ്. ഇപ്പം എനിക്ക് ഏത് ഇമോഷൻ ആണെങ്കിലും ഞാൻ പാട്ട് കേട്ടാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. വെറുതെ ഇരുന്ന് കരയാം ഏതെങ്കിലുമൊക്കെ പാട്ട് കേട്ടാ? അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? പിന്നെ കരയാറുണ്ട്. ഞാൻ കൂടുതലും
ബില്ലി ഐലിഷിന്റെ ഡൈ ഹാർഡ് ഫാൻ. അപ്പോൾ പുള്ളിക്കാരത്തിനൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ചുകൂടെ നമ്മൾ ഫേമസ് ആകുമ്പോൾ നമുക്കൊരു VIP ലെവലിൽ നമുക്ക് പുള്ളിക്കാരത്തിനെ കാണാമല്ലോ. ഇപ്പം ഫാൻ ലെവലല്ലാതെ അല്ല ഫാനായിട്ടായിരിക്കും, പക്ഷേ നമുക്ക് ആ ലെവലിൽ ഒരു ഇന്റർനാഷണൽ ലെവലൊക്കെ തീർച്ചയായിട്ടും കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഒരു കൺസേർട്ടൊക്കെ ഒരുമിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അതെ അല്ല നടക്കാവുന്ന കാര്യങ്ങളാണ്, അമലിനെ കൊണ്ട് അത് സാധിക്കും. ശരിയടാ. ഓക്കെ, അപ്പോൾ ഇതാണോ നെക്സ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞത്? ഇനിയിപ്പോൾ അമൽ വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും മേ ബി, അല്ല എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും അമലിൽ നടന്നിട്ടുള്ള ഇപ്പോൾ. ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു റീച്ചിലേക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ താല്പര്യവും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ ഒരു ലെവലിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഇപ്പം എൻ്റെ വോയിസ് തന്നെ ഫേമസ് ആവണമെന്നാണ് എനിക്ക് താല്പര്യം. അപ്പം അങ്ങനെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റീച്ച് ആയി പോയതാണ്. വാട്ട് എവർ, എന്നാലും അമൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അമൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് ഡ്രീം എനിക്ക് ഇനി ഉടനെ തന്നെ എനിക്ക് ഒരു മ്യൂസിക് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇറക്കണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അതാണ് അടുത്തായിട്ട് ഉടനെ തന്നെ ചെയ്യണം. ജർമ്മനിൽ ഇപ്പോൾ പോവാറായോ? എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ബാങ്കോക്കിൽ പോയി. ബാഡ് ബോയ്സ് ബാങ്കോക്ക്. ഓക്കെ, നമുക്കൊരു ഗെയിമും കൂടി കളിക്കാം. അമൽ ഇനി അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. റോഡിലൂടെ ദിവസം വണ്ടി ഓടുന്നത് എന്തുകൊണ്ട്? വണ്ടി ഓടുമല്ലോ, ഓടിക്കുമല്ലേ? അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? കുസൃതിയായിട്ട് ഏകദേശം ഉത്തരത്തിനടുത്തേക്കൊക്കെ വന്ന്. വണ്ടി ഓടുന്നത് എന്തുകൊണ്ട്? കാലും കൊണ്ട്. കാലുകൊണ്ടാണോ വണ്ടി ഓടുന്നത്? അല്ല, കൈയും കൊണ്ട്. ഓടിക്കുന്നു. അല്ല, തോറ്റില്ലേ? ടയർ കൊണ്ട്. ഇനി ഇതില് നമ്മുടെ മൂവി വേൾഡിന്റെ കപ്പാണിത്. കപ്പിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലൊരു ടാസ്ക് ഉണ്ടാവും, അതെടുത്തിട്ട് ചെയ്യണം. ആകെ കുറച്ച് ടാസ്കുകളോട് പറയും. ഇന്നലെ എന്റെ നെഞ്ചില് സോങ് സന്തോഷിച്ച് പാടുക. ഇന്നലെ അത് ദുഃഖമായിട്ടുള്ള പാട്ടല്ലേ? ഇന്നലെ എൻ്റെ നെഞ്ചില്, ആ പാട്ട് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പാടുക. 3, 2, 1. ഇന്നലെ എൻ്റെ നെഞ്ചില് കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ഓക്കെ, മതി. കൊള്ളായിരുന്നു. ഇനി ഇത് ശരിക്കും പാടാറിയോ? രണ്ടിലേയും പാടാം. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. അടിപൊളിയടാ. ക്ലാസ്സിലെ അമൽ എന്ന് പറഞ്ഞൊരു കുട്ടി വീണപ്പോ എല്ലാവരും ചിരിച്ചു, ഒരാള് മാത്രം ചിരിച്ചില്ല. അമലിന്റെ ഗേൾഫ്രണ്ട് ആണോ? അത്രയൊന്നും എത്തിക്കണ്ട. വേണ്ട, ഈ അമൽ സിംഗിളാ. സിംഗിൾ പസംഗ. ഇതാണ് അമൽ. നിന്നെ പോലെ എത്ര? അമല് വീണു. അപ്പോ ഒരാള് ചിരിച്ചില്ല, പക്ഷെ ക്ലാസ്സിലുള്ള എല്ലാരും ചിരിച്ചു. ആ ചിരിക്കാത്ത ആളാരാ? അമലായിരിക്കും. സത്യം. ഞാൻ ഇത്ര ക്ലൂ വന്നോളൂ എനിക്കത് കിട്ടിയത്. ചിരിക്കുന്നവരല്ലോ, വീഴുമ്പോ ചിരിക്കുന്നവരില്ലേ? അത് പല രീതിയില്. നല്ലപോലെ എല്ലടാ, അത് നീ വരുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്തതാ. ഓക്കെ, എന്നാലും നമുക്കൊരു ടാസ്ക് എടുക്കണം. കുറച്ചധികം വലിയൊരു ക്ലാസ്സാ. എടുക്കാൻ പാടാം. ആങ്കർ. എനിക്കുള്ളതാ. ആങ്കറിനെ വർണ്ണിച്ച് 4 വരി പാടുക. യെസ്, ഇതെന്റെ ദിവസം. എനിക്ക് ആലോചിക്കണം, അത് പാടണം, നല്ലൊരെണ്ണം തന്നെ പാടണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പാടട്ടെ? എത്ര വേഗവും. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, പാടിക്കോടാ. ചേർന്ന് നിന്നാൽ അല്ല പാടിക്കോളാം. ബാക്കി എൻകരളിൽ മാപ്പൊന്നും തരില്ല. മാപ്പ് ഞാൻ ഒരാൾക്കും കൊടുക്കില്ല. പാട്. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. നന്ദിയുണ്ട്. ഓക്കെ, ഒരച്ഛനും മകനും ഡ്രൈവറുമായിട്ട് യാത്ര പോവായിരുന്നു. അപ്പോൾ വിജനമായിട്ടുള്ളൊരു വഴിയിൽ വെച്ചിട്ട് കാറ് കേടായി. അപ്പോൾ അവരുടെ കയ്യിലൊരു മിഠായി ഉണ്ടായിരുന്നു. ഇനി അവരെങ്ങനെ രക്ഷപ്പെടും? ഒന്നുകൂടെ പറയോ? അച്ഛനും ഒരു മകനും, അച്ഛനും മോനും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. ഓക്കെ, ഡ്രൈവർ ഉണ്ടാവണം വണ്ടിയിൽ.
ഓക്കെ, പെട്ടെന്ന് ഒരു വിജനമായിട്ടുള്ള ഒരു കാട്ടിലോ എവിടെയെങ്കിലും വഴിയിൽ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അവരെ കയ്യിൽ ആകെ ഒരു മിഠായി മാത്രമല്ലോ, അവരെങ്ങനെ രക്ഷപ്പെടും? ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി കേടായി, എന്ത് വെള്ളം എടുത്തോ? മിഠായി മാത്രമേ ഉള്ളൂ കയ്യില്. നല്ല നിലവാരമുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് അല്ലേ? മുട്ടായി കഴിക്കും, അപ്പൊ എന്തെങ്കിലും എടാ അടുത്തെത്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതെ അതെ, ഇപ്പൊ തണുപ്പിലേക്ക് ചൂടായില്ലേ. മിഠായി കഴിച്ചു, ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ എന്തോ അതിനെന്തോ ചെയ്യാൻ പറ്റും. വണ്ടി നാശായി. മിഠായി കഴിച്ചു, കിട്ടുന്നില്ല, തോറ്റെന്നാ പറഞ്ഞു. ഈ മിഠായി ആർക്ക് കൊടുത്തു? ഡ്രൈവർക്ക് കൊടുത്തു. അപ്പൊ ഡ്രൈവർ സന്തുഷ്ടവാനായി. എന്നിട്ട് ആ വാനും കൊണ്ട് അവര് രക്ഷപ്പെട്ടു. കഴിഞ്ഞു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു ടാസ്ക് എടുക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻ ഇട്ടിട്ട് ആങ്കറിനെ ചിരിപ്പിക്കുക. എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട, വെറുതെ ചിരിക്കും. എന്നാലും നീ എക്സ്പ്രഷൻ ഇടണം. അങ്ങനെ ഒരു വർത്താനം വിഷമിച്ച് കരയൂ പ്ലീസ്. ചുമ്മാ എന്നെ ചിരിപ്പിക്കുന്നതിന് പകരം ഇവര് വേറെ ആരും ചിരിപ്പിക്കാൻ പറ്റും. ഇതിപ്പോ ചിരിക്കാനുള്ള ഇപ്പൊ തന്നെ ചിരിക്കാം. ഞാൻ എക്സ്പ്രഷൻ മുഖത്ത് നോക്കില്ല കേട്ടോ, അതന്നെ പരിപാടിയാ, മുഖത്ത് നോക്കണം. ഒരെണ്ണുണ്ട്. ഞാൻ എപ്പോഴും ചിരിക്കുന്നോണ്ടാണ് അങ്ങനെ. ഞാൻ എപ്പോഴും ചിരിച്ച മുഖമായിട്ടിരിക്കുന്ന ഒരാളാണ്. കുറച്ചു കരയും, കുറച്ച് ചിരിക്കും. അങ്ങനെ മനുഷ്യന്മാരുടെ അല്ല അയ്യേ എടാ, ചില നിമിഷത്തിൽ നീ എങ്ങനെ സെൻസിറ്റീവ് ആണ്? ഞാൻ സെൻസിറ്റീവ് അല്ല. എന്തുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ആരും എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ നീയല്ലേ ആദ്യം നേരത്തെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്ന. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് അത്രയും പ്രശ്നമില്ല. പണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. വെച്ചാ എനിക്കിത് പറ്റില്ല. എന്തുകൊണ്ടാലും ഒരു എന്തായാലും ആർക്കും പെട്ടെന്ന് വിഷമിക്കില്ല. ഇപ്പൊ വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ. അതെ സപ്പോർട്ടാ. പാട്ട് പഠിക്കാനൊക്കെ ചേർത്തിയത് വീട്ടുകാരനോ അതോ? അതെ, പപ്പാടെ ഒരു ഫ്രണ്ടിന്റെ സുനിൽ ലാൽ എന്ന് പറയുന്ന ഒരു സാറാണ്. പുള്ളിയുടെ അടുത്ത് തന്നെ പപ്പാടെ ഫ്രണ്ടാണ്, കൂടെ പഠിച്ചവരാണ്. അപ്പൊ അങ്ങനെ ചേർത്താണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ പാട്ട്? ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ റിലേറ്റീവ്സ് ഒക്കെ എന്ത് പറയും? അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അവരും പ്രതീക്ഷിച്ചില്ലല്ലോ, ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഫേമസ് ആകും അങ്ങനെയൊന്നും. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും അമലിനോട് റിക്വസ്റ്റ് ചെയ്യാറുള്ള സോങ് ഏതാ? റിക്വസ്റ്റ് ഒക്കെ വരാറില്ലേ അമലിന്? ചേട്ടാ കുറെ റിക്വസ്റ്റ് വരാറുണ്ട്. ഇങ്ങനെ ഏതാക്കോ ഡ്യുവറ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ചേട്ടാ ഫീമെയിൽ വോയിസ് പാടുവോ, അങ്ങനെയാ കൂടുതലും വരാറ്. കുറെ വരാറുണ്ടല്ലോ. ഞാൻ റിക്വസ്റ്റ് ചെയ്യണോ? റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പാട്ട് കിട്ടില്ല. അതങ്ങനെയാണ് പ്രശ്നം. ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അയ്യോ, ആഴലിന്റെ ആഴങ്ങൾ അത് പിടിച്ചോ. അതെങ്ങനെ എന്റെ വോയിസിലാണോ? നിനക്ക് ഇഷ്ടമുള്ള വോയിസ്, നീ ഫീമെയിൽ വോയിസിലാണ് പാടിക്കോ. ഞാൻ ഓൾറെഡി അത് പാടിയിട്ടുണ്ടോ? എന്നാ പിന്നെ വേറെ പാടി. കണ്ണാന്തുമ്പി പുരോമോ, ഒരു പാട്ട് പറയടാ ആരെങ്കിലും. നീ ഹിമമഴ പാടാം. ശരി. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും നീത ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺചിമ്മിടാതെ എൻ ജീവനേ. അകമേ വാനവില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം, അകലേ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ ഇന്നോമലേ. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ. ഗുഡ്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എത്ര മാർക്ക് തരാം? 110, 101, 110 ഒക്കെ തരും. Okay, 100+ തരും. ഓക്കെ. അപ്പോൾ അമൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കിട്ടും. അപ്പോൾ അത് അമലിനെ ആരെങ്കിലും പറഞ്ഞിട്ടിട്ടതാണോ അതോ അമലിന്റെ തന്നിഷ്ടത്തിലിട്ടതാണോ? അതെന്ന് പറഞ്ഞാല് ഞാൻ തന്നിഷ്ടത്തിൽ തന്നിഷ്ടത്തിലിട്ടതല്ല. നിന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം ഇട്ടതല്ല. അപ്പം ഇങ്ങനെ ഇഷ്ടപ്രകാരം അല്ല, അങ്ങനെയല്ല, ഞാൻ സ്വന്തമായിട്ട് ഇട്ടതല്ല. അതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു പാർലറിൽ ഇരിക്കുക, ഇങ്ങനെ
ഞങ്ങളുടെ അവിടെ ഒരു ചിസു എന്ന് പറഞ്ഞൊരു പാർലറുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്താണ് മുടിയൊക്കെ വെട്ടാൻ പോലെ. അപ്പം പുള്ളിയുടെ അടുത്ത് ഇരിക്കുമ്പം അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുക. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവനിങ്ങനെ ഡുവൽ വോയിസിൽ പാടും. അപ്പം അവർ ചോദിച്ചു അന്നൊന്ന് പാടിക്കേ, കേൾക്കാമല്ലോ, എന്തായാലും കേൾക്കാമല്ലോ. അപ്പം ഞാനിങ്ങനെ പാടി. അപ്പം അവരെല്ലാം ഞെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു എന്തായാലും ഇടുക, നീ എന്തായാലും ഇടാനൊക്കെ പറഞ്ഞു. അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തു, മോട്ടിവേഷൻ തന്നു. അപ്പം ഞാൻ ഇട്ടു. അപ്പോൾ ഇട്ട സാധനം വൈറലായിരുന്നു. അങ്ങനെ ഇട്ടതാണ്. ഇട്ട സോങ് വൈറലായി. ഏതായിരുന്നു ആദ്യം വൈറലായ സോങ്? ആകാശഗംഗ എന്ന മൂവിയിൽ. ഓ, നമ്മൾ സംസാരിച്ചായിരുന്നു. പിന്നെ ചോദിച്ചപ്പോൾ ഫ്ലോയിൽ ഇങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, മേലാക്ക് ആവർത്തിക്കരുതെന്നല്ലേ? ഓക്കെ, പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ആ പാട്ടും കൂടി ഒന്ന് പാടിത്തരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾക്ക് എൻജോയ് ചെയ്യാം, സന്തോഷിക്കായിരുന്നു. അതെ, സന്തുഷ്ടവാനാവായിരുന്നു. ഓക്കെ, തുടക്കം എങ്ങനെയാണ്? പുതുമഴ. ഏതായാലും നല്ല വോയിസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു പാട്ട് പാടണ്ടേ? നമുക്ക് പാടാം, ലാസ്റ്റ് പാടാം. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ, ഒരേ മനസ്സായി നാം. ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ ജീവനായി വരും നിശാഗീതമായി. സൂപ്പർ, കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മള് ഡ്യുവറ്റ് പാടാം. അതിന് നമുക്ക് ഡ്യുവറ്റ് പാടാം. ഏത് പാട്ട് വേണം? ഏത് പാട്ട് വേണം? ഞാൻ പാടും. പാടാൻ അറിയാത്തോണ്ട് ആ പ്രശ്നമില്ല. ഏത് പാട്ട് പറഞ്ഞു? എടാ, എനിക്കറിയുന്ന പാട്ട് പാടാം. ഏത് നിന്റെ ലിസ്റ്റിലുള്ള പാട്ട് പറഞ്ഞേ? ആരാധികേ. ഏതാ മെയിൽ വോയിസ് പാടുന്ന? ഏതാ മെയിൽ വോയിസ്? ചേച്ചി പാടാനാ? അല്ല, ഞാൻ നോർമൽ വോയിസ് പാടാം. എടാ, എനിക്ക് ആക്ച്വലി എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. നമ്മളെല്ലാത്തിലും കൈ വെക്കണം എന്നാണല്ലോ. ഒരു നാൾ ലോകം എന്നെ അംഗീകരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കഴിവ് ഞാൻ പുറത്ത് വിടുന്നത്. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അതെ, നിന്റെ ഇന്റർവ്യൂ. ഇപ്പൊ ഞാൻ എൻ്റെ പോയി. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? എവിടെ വേണ്ട തുടങ്ങാം. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ, നീങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. ഫ്ലോഗായിരുന്നു. ഓക്കെ, എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഉരുകി ഉരുകി ഞാൻ, ഇന്നും ഇന്നും ഒരു പുഴയാ ആരാധികേ. യെസ്, താങ്ക് യു. താങ്ക് യു. എടാ, എന്താ സപ്പോർട്ട് ചെയ്ത്? താങ്ക് യു പറ. ഓക്കെ, കൊള്ളാം. വെരി ഗുഡ്, അമേസിംഗ്. താങ്ക് യു. ശരി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ? കുറച്ച് നേരം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഓക്കെ, കുറെ ചിരിച്ചു. ചിരിച്ചല്ല, ചിരി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറയല്ലേ? അപ്പോൾ അമ്മലിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. അമ്മേൻ്റെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ആവട്ടെ. ജോണറൊക്കെ മാറ്റി ഇനി അമ്മലിൽ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ കാണാൻ പറ്റട്ടെ. അപ്പം ഞാൻ വരും ഇന്റർവ്യൂ എടുക്കാൻ കേട്ടോ. ഓക്കെ, വരണം. വലിഞ്ഞു കയറി വരണം. ഓക്കെ, അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഹാപ്പി ആയിരിക്കട്ടെ. അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.